ഹായ്. ഇന്ന് കുറച്ച് ദിവസമായിട്ട് ഒരു ടോപ്പിക്ക് കണ്ടിട്ട് സംസാരിക്കുന്നതാണ്. സംഭവം വേറൊന്നുമല്ല, മൈക്രോ ഫിനാൻസുകാരുടെ ഇടപെടലുകളാണ്. മെയിനായിട്ട് വയനാട് അത്ര വലിയ ദുരന്തം ഉണ്ടായി, അതിനുശേഷം അവിടെയുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ആൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പൈസ അടച്ചേ പറ്റുള്ളൂ എന്ന് ഒക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുകയും അത് വലിയ വിഷയമാവുകയും ഇവിടുത്തെ പഞ്ചായത്ത് അംഗം തന്നെ ഒരു ചാനൽ ചർച്ചയിൽ ഇങ്ങോട്ട് ആരെയും അടുപ്പിക്കാമെന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിൻ്റെ ഒരു പുറത്താണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ കേസ്, ഞാനൊരു മൈക്രോ ഫിനാൻസിലാണ് ജോലി ചെയ്യുന്നത്. ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അറൗണ്ട് ഒരു 6 വർഷത്തോളമായി. അപ്പോൾ അത്യാവശ്യം മൈക്രോ ഫിനാൻസിലെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. ഇത് ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല പ്രശ്നം. ഇതിനകത്ത് നമ്മൾ ഒരു മാനവികതയൊക്കെ വെച്ച് നോക്കി, അല്ല മനുഷ്യപ്പറ്റമൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതൊരു വലിയ തെറ്റ് തന്നെയാണ്. സർവ്വവും നഷ്ടപ്പെട്ട്, ഒരായുസിൻ്റെ എല്ലാം നഷ്ടപ്പെട്ട്, ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതിന് ഒരു പരിധി ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു വീട് പോലും മനുഷ്യായുസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ അവരുടെ ഉപജീവനമാർഗമായ കൃഷി, കന്നുകാലികൾ, എന്തിന് അവർ വർഷങ്ങളായിട്ട് അവരുടെ അപ്പനും അപ്പൂപ്പനും ഒക്കെയായി ഉണ്ടാക്കിയ സകലതും ഒരു നാട് തന്നെ പോയി. ഇനിയിപ്പോൾ ഇവിടെ അവശേഷിക്കുന്നതെന്ന് പറയുന്നത് കുറേ കൽക്കൂമ്പാരവും ഒരു വഴിത്താര പോലെ വെട്ടിവെച്ചേക്കുന്ന കുറച്ച് ഭാഗങ്ങളും ചെളിയും മണ്ണും എല്ലാം ഇനിയും കണ്ടെത്താനുണ്ട് 100-ലധികം പേരെ. അവർ മണ്ണിനടിയിലുണ്ടോ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഒരു പിടിയില്ല. പിന്നെ കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ഒരു പ്രകൃതി ദുരന്തമെന്ന് തന്നെ പറയണം. ഇപ്പോഴും 400-ലധികം മനുഷ്യരെന്ന് പറഞ്ഞിട്ടില്ല, മുഴുവൻ ശരീരത്തെക്കാളും മിക്കതിൽ നിന്നും ലഭിച്ചേക്കുന്നത് ചില ശരീരഭാഗങ്ങൾ മാത്രമാണ്. അത്രയ്ക്ക് ക്രൂരമായൊരു ദുരന്തമൊത്താണ് നിൽക്കുന്നത് നമ്മൾ. സകലരെയും നഷ്ടപ്പെട്ട ആൾക്കാരും ഒക്കെ പലരുടെയും കാരുണ്യത്തിലാണ് ഇപ്പം ഇന്നവിടെ ജീവിക്കുന്നത്. അവരെയൊക്കെ വിളിച്ചിട്ടാണ്, ക്യാമ്പുകളിൽ കഴിയുന്ന ഓരോ വ്യക്തികളെയും വിളിച്ചിട്ടാണ് ഫിനാൻസുകാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പൈസ അടയ്ക്കണമെന്ന് പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ ഇത് ക്രൂരതയാണ്, നമുക്ക് വേണമെങ്കിൽ തന്തയില്ലായ്മയാണെന്നോ ഒക്കെ പറയാം. ഇത് പക്ഷേ ഇതിൻ്റെ അകത്തെ മെയിൻ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ സ്ഥാപനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ആ മൈക്രോ ഫിനാൻസുകളെക്കുറിച്ചോ ഒന്നുമല്ല പറയുന്നത്, ഈ വിളിച്ച ഓരോ വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല, നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പം നമ്മളെ സാറേ എന്നൊക്കെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ കുറച്ചങ്ങ് മാറിക്കഴിഞ്ഞാൽ ഈ ചേച്ചിമാർ തന്നെ നമ്മളെ മോശമായിട്ടാണ് പറയുന്നത് നമുക്കറിയാം. അതിലെല്ലാം ഉപരി ചിലപ്പം ഞാൻ കൊടുത്ത ലോണായിരിക്കില്ല, പക്ഷേ ഞാനായിരിക്കും അവിടെ കളക്ഷൻ പോകുന്നത്. അപ്പോൾ പോലും നമ്മളാ ലോണിന് ഉത്തരവാദിത്വം ഏൽക്കണം. നമ്മളൊരു കളക്ഷൻ എന്തെങ്കിലും കാര്യം പറഞ്ഞ് മിസ് ചെയ്താൽ, നമ്മൾ ബ്രാഞ്ചിൽ ചെന്ന് കേൾക്കുന്ന ചീത്തയ്ക്ക്, അല്ലെങ്കിൽ നമ്മൾ കാരണം ആ മാനേജർ മേളിൽ നിന്ന് കേൾക്കുന്ന ചീത്തയ്ക്ക് ഒരു കയ്യും കണക്കും കാണത്തില്ല. ഇത് ഈ ലോണിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ മനുഷ്യപ്പറ്റ് അല്ലെങ്കിൽ സഹജീവികളോടുള്ള അനുഭാവം ഇതൊന്നും നമുക്ക് ഈ ജോലിക്ക് പറ്റത്തില്ല. നമ്മൾ പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ അവർ വയനാട്ടുകാരെ വിളിച്ച് ചോദിച്ചത് കൃത്യമാണ്, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പൈസ അടച്ചിരിക്കണം. അതിപ്പം പല കാരണം കൊണ്ട് ആൾക്കാർക്ക് അടയ്ക്കാൻ പറ്റാതെ വരുന്നുണ്ട്. ഇപ്പം വയനാട് മാത്രമൊന്നുമല്ല, ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു സമയം കൂടി ആയിരുന്നത്. കഴിഞ്ഞ ഓണത്തിന് ശേഷം, കൃത്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ
ഒരു ഓഗസ്റ്റ് 26 തോന്നുന്നു. അതിന് ശേഷമാണ് കേരളത്തിൽ എല്ലായിടത്തും ഫിനാൻസുകാർക്ക് പൈസ കിട്ടുന്നത് വളരെ ശോകമാണ്. മിക്ക ഫിനാൻസുകാരും അതുകൊണ്ട് തന്നെ ലോൺ നിർത്തുകയും ചെയ്തു. ഇപ്പോൾ കളക്ഷനിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം ആളുകളുടെ ഫണ്ടില്ല. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം വയനാട് അത്രയും വലിയ ദുരന്തം ഉണ്ടായത് കൊണ്ട് അവർക്ക് അങ്ങനൊരു പരിഗണന കൊടുക്കാമെന്ന് പറഞ്ഞാലും ബാക്കിയുള്ളിടത്ത് നമുക്ക് യാതൊരു തരത്തിലും പരിഗണന കൊടുക്കാൻ പറ്റുമല്ലെങ്കിൽ പോലും നമ്മൾ പരിഗണന കൊടുത്തു പോകും. കാരണം ഒരു മിഡിൽ ക്ലാസ് ആൾക്കാർക്കാണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്. അതും ഗ്രൂപ്പ് ലോണ്, ഗ്രൂപ്പ് ജാമ്യം എന്നൊക്കെ പറഞ്ഞ് ലോൺ കൊടുക്കുന്നത്. അവർ അന്നത്തെ പണി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ശനിയാഴ്ച വൈകിട്ടായിരിക്കും അവർക്ക് പൈസ കിട്ടുന്നത്. അല്ലെങ്കിൽ ചേച്ചിമാരൊക്കെ എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പിനൊക്കെ പോകുന്ന ആൾക്കാരാണ്. അവർക്കൊക്കെ ഒരു സമയത്തായിരിക്കും പൈസ കിട്ടുന്നത്. അവരിതൊക്കെ കൂട്ടി വെച്ചിട്ടാണ് ഓരോ ആഴ്ച അല്ലെ ഓരോ മാസം ഓരോ ഫിനാൻസിനും പൈസ അടയ്ക്കുന്നത്. ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്കിപ്പം ഒരു കടയിൽ കയറിയ ഒരാൾക്ക് നല്ലൊരു ജോലിക്കാരന് കിട്ടുന്നത് ചിലപ്പോൾ 1000-1200 രൂപയൊക്കെ ആയിരിക്കും. നമ്മൾ സാധനം മേടിക്കാൻ കടയിൽ കയറിയ ഈ 1000 രൂപ തീർന്നു പോകാൻ നിമിഷ നേരം മതി. അതും അവൻ അനാവശ്യമായിട്ട് ഒരു സാധനവും മേടിക്കണ്ട. ചിലപ്പോൾ കള്ള് കുടിക്കുമല്ലാത്ത ആൾക്കാരായിരിക്കാം, യാതൊരു ദുശീലവും ഇല്ലാത്ത ആൾക്കാരായിരിക്കാം. പക്ഷേ അവൻ്റെ വീട്ടിലെ അന്നത്തെ ആഹാരം മേടിച്ച് കഴിയുമ്പോൾ തന്നെ തീരാനുള്ള പൈസയേ ഉള്ളൂ. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നിത്യച്ചെലവുകളുടെ വർധന എന്ന് പറയുന്നത്. ഇപ്പോൾ പാവപ്പെട്ട ഒരുത്തൻ അവൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് റേഷൻ കടയും സപ്ലൈക്കോയും ഒക്കെയാണ്. ഇപ്പം നമ്മൾ ഈ 2 സ്ഥലത്ത് പോയി കഴിഞ്ഞാലും സാധനങ്ങളൊന്നും കിട്ടാനില്ല. അതുപോലെ ഒരു ഗതികെട്ടവൻ ഏപ്രിൽ വന്നു കഴിഞ്ഞാൽ 15-ാം തീയതിക്ക് ശേഷമല്ലാതെ റേഷൻ കടയിൽ നിന്ന് അരി കൊടുക്കുകയല്ല. അവൻ്റെ കുടുംബത്തിൽ ചിലപ്പം അവൻ്റെ ഭാര്യ, മക്കൾ, അമ്മ, അച്ഛൻ എല്ലാം കാണും. അവൻ പിന്നെ എന്ത് ചെയ്യും? പിന്നെ അവൻ പുറത്തുനിന്ന് മേടിക്കാതെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവൻ്റെ മുന്നിലുള്ള ഏക പോകാൻ വഴി. ഇപ്പം 1 കിലോ അരിക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 50 രൂപ 52 രൂപയെങ്കിലും കൊടുക്കണം. ഒരു 10 കിലോ അരി അവൻ മേടിക്കുകയാണെങ്കിൽ എത്ര ദിവസത്തേക്ക് കാണും? നല്ലപോലെ ആഹാരം കഴിക്കുന്നവരായിരിക്കുമല്ലോ നമ്മളെല്ലാം. ആഹാരം കൂടെ കഴിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ അധ്വാനിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം അവൻ്റെ കുടുംബത്തിൽ ഒരു മേലാഴികയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിള്ളേരുടെ സ്കൂൾ ഫീസ്, ബസ് ഫീ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അധികമായിട്ട് വരികയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവിടെ തീരും അവൻ്റെ കുടുംബത്തിൻ്റെ താളമെന്ന് പറയുന്നത്. ഇതൊക്കെ അറിയാം മിക്കവർക്കും. ഇപ്പോൾ തന്നെ ഞങ്ങൾ ലോൺ കൊടുത്തതിനകത്ത് മിക്ക വീടുകളിലും സംഭവിക്കുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയില്ലെന്നാണ് പറയുന്നത്. പക്ഷെ പണിയില്ലാഴികയല്ല, ചിലപ്പോൾ 2 പേർക്കും പണി കാണും. മഴയുടെ പ്രശ്നവും ഇപ്പോൾ അധികമില്ല. പക്ഷെ എന്തോ ആൾക്കാരുടെ പൈസ ഇല്ല. നമുക്ക് തന്നെ അറിയാം. നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴും നമുക്ക് അവിടുത്തെ അവസ്ഥ കാണുമ്പോൾ മനസ്സിലാകും. എന്നാലും ചോദിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അതാണ് ഞങ്ങളുടെ അവസ്ഥ. ഓരോ ഫിനാൻസുകാരനും ഓരോ വീട്ടിൽ നിന്ന് തന്നെ ചെല്ലുന്നതാണ്. അവൻ ആകാശത്തുനിന്ന് പൊട്ടിമുളച്ച് നേരിട്ട് കളക്ഷൻ ഏജൻ്റായിട്ട് പോകുന്നതല്ല. അവൻ്റെ വീട്ടിലെ ഓരോ പ്രശ്നങ്ങൾ കാരണമാണ് അവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശാപം കിട്ടിയ പണിയെന്ന് തന്നെ പറയാം. ശരിയാണ്, ഒരാൾക്ക് നമ്മൾ പൈസ കൊടുക്കുന്നു, ലോൺ കൊടുക്കുന്നു. ലോൺ കിട്ടുമ്പം ഇവർക്ക് വളരെ സന്തോഷമാണ്, ഇവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ഇത് തിരിച്ചടവ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ 1 മുടങ്ങി 2 മുടങ്ങി അങ്ങനെ ചെല്ലുമ്പോഴാണ് പിന്നീട് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പിന്നെ നമ്മൾ ഇവരിൽ നിന്നുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കണം. ചില ചേച്ചിമാരൊക്കെ നമ്മളെ പച്ചയ്ക്ക് വന്നവരാകിയിട്ടുണ്ട്. നമ്മൾ ചെയ്ത തെറ്റല്ല, നമ്മൾ ലോൺ കൊടുത്തു, നമ്മളിതിന് ക്ലാസ്സും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടാണ് കൊടുക്കുന്നത്. ഈ പറഞ്ഞ പോലെ എന്ത് മേലാഴികയാണെങ്കിലും ആശുപത്രി കിടക്കുകയാണ്, അല്ലെങ്കിൽ പച്ചയ്ക്ക് പറഞ്ഞ തന്നെയാണ് കറക്റ്റ്. പച്ചയ്ക്ക് പറഞ്ഞാൽ മരിച്ചിട്ടില്ലെങ്കിൽ, കസ്റ്റമറോ നോമിനിയോ ആരെങ്കിലും ഒരാൾ ഡെത്തായിട്ടില്ലെങ്കിൽ
ആ ലോൺ അടച്ചേ പറ്റുള്ളൂ, ആ ഒരു കണ്ടീഷൻ തന്നെ കൊടുക്കുന്നത്. അപ്പം അതൊരു ക്രൂരതയായിട്ട് തോന്നാമെങ്കിലും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂട്ടത്തിൽ നമുക്കാണ് എന്തെങ്കിലും സംഭവിക്കുന്നത്. ഈ ഓരോ ഏജൻറ്റുമാരും വണ്ടിക്കാണ് പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ്റെ കുടുംബത്തിന് മാത്രമേ പോകുള്ളൂ. ഈ പറയുന്ന ഫിനാൻസ് കമ്പനി വേറെ ആളെ വെക്കും. നമ്മളിപ്പോൾ ജോക്കർ എന്ന് പറയുന്ന ദിലീപിൻ്റെ പടത്തിലൊക്കെ പറയുന്ന പോലെ ഷോ മസ്റ്റ് ഗോൺ, അതാണ് ഇവരുടെ പോളിസി. എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഞാൻ ഒരു ഫിനാൻസ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തലേദിവസം 6:30 വരെ എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന കൂട്ടുകാരൻ പിറ്റേ ദിവസം 7 മണിക്ക് റിപ്പോർട്ടിംഗ് ആണ്. 7 മണിക്ക് റിപ്പോർട്ട് ചെയ്തില്ല, 7:30 റിപ്പോർട്ട് ചെയ്തില്ല. 7:45 ഞങ്ങളുടെ മാനേജർ വിളിച്ചു ചോദിക്കുമ്പോൾ അറിയുന്നത് ആള് വീട്ടിൽ തൂങ്ങി നിൽക്കുകയാണെന്നാണ്. എന്തോ പ്രണയനൈരാശ്യം. സംഭവം കഴിഞ്ഞു. അവനെ ആരൊക്കെയോ ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു. ആള് നേരത്തെ തന്നെ മരിച്ചിരുന്നു. ഒന്ന് ഓർക്കണം, 3 വർഷത്തോളം ഒരു സഹോദരനെ പോലെ കഴിഞ്ഞാണ്. ഞങ്ങൾ 7 പേരുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം എല്ലാ സങ്കടങ്ങളും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, കാരണം നമ്മൾ വീട്ടിലേക്കാളും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ ജോലി സ്ഥലത്താണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തോടുള്ള അതേ വൈകാരികത 90%, അതായത് 100% നമുക്ക് നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കാണാം. അപ്പം A to Z കാര്യങ്ങൾ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, നമ്മുടെ ഫീൽഡിലുള്ള പ്രശ്നങ്ങൾ എല്ലാം നമ്മൾ ഒരുപോലെ ചർച്ച ചെയ്ത്, നമ്മൾ കൂട്ടുകാരല്ല സഹോദരങ്ങളെ പോലെ തന്നെയാണ്. അങ്ങനെ ഒരുത്തൻ തലേദിവസം വരെ നമ്മളിവിടെ ഉണ്ടായിട്ട് പിറ്റേ ദിവസം രാവിലെ കേൾക്കുന്നവൻ്റെ മരണവാർത്തയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്രയ്ക്ക് നമ്മൾ തകർന്നു പോകുന്നു. ആ ഒരവസ്ഥയിൽ അവൻ്റെ ഏരിയയിലെ കളക്ഷൻ ഞാൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. എടുത്തേ പറ്റുള്ളൂ. നിൻ്റെ ജോലി അതാണ്, നീ ആ ജോലി ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ നീ പോയാൽ വേറൊരുത്തൻ. നമ്മളിപ്പം ഒരു ഫിനാൻസിൽ നിന്ന് സഹി ഇട്ടിറങ്ങുന്നു, നമുക്ക് വേറൊരാൾ വരും, അവനായിരിക്കും. പിന്നെ കളക്ഷൻ സെൻറ്റിമെൻറ്റ്സ് ഇല്ലാതെ എടുത്തു കൊടുക്കുന്ന ആരാണോ അവനായിരിക്കും ഹീറോ. ചില വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പൈസ ചോദിക്കാൻ പോലും തോന്നില്ല അവരുടെ അവസ്ഥ കാണുമ്പോൾ. ഇവർക്കൊക്കെ എങ്ങനെ ലോൺ കിട്ടിയെന്ന് പോലും നമുക്ക് തോന്നും. പക്ഷേ കൊടുത്തു കഴിഞ്ഞ് പിന്നെ അതല്ല ഇതെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പൈസ മേടിച്ചേ പറ്റുള്ളൂ. ഓരോ സ്ഥാപനത്തിൽ നിന്നും കളക്ഷന് വരുന്ന ഓരോരുത്തരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സുണ്ട്, അവന് സങ്കടങ്ങളുണ്ട്, അവന് വികാരങ്ങളുണ്ട്, അവന് കുടുംബത്തിലെ സാഹചര്യം വെച്ചിട്ടായിരിക്കും അവൻ ഓരോരുത്തരെ നോക്കിക്കാണുന്നത്. അപ്പോൾ അവന് അവരോട് അനുകമ്പ കൂടുതൽ കാണും. പക്ഷേ നമ്മൾ തിരിച്ച് ബ്രാഞ്ചിൽ ചെന്ന് കഴിഞ്ഞാൽ അന്നേരം നമ്മളോട് പറയും, നിനക്ക് ഈ പണി പറ്റത്തില്ലെങ്കിൽ നിർത്തിക്കൊള്ളുക, അല്ലെങ്കിൽ നിനക്ക് അത്രയ്ക്ക് സങ്കടമാണെങ്കിൽ നീ അവരുടെ പൈസ അടയ്ക്കുക. നമുക്കൊക്കെ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് ബാക്കി ബാങ്കിൽ നിന്നുള്ള ആൾക്കാർ മേടിക്കുന്ന പോലെ 10,000-ങ്ങളൊന്നുമില്ല. അതിൽ നിന്ന് പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇപ്പം മിക്ക ഫിനാൻസും ലോണും നിർത്തി. ഇപ്പം നമുക്ക് ഇൻസെൻറ്റീവും ഇല്ല, തുച്ഛമായ പെട്രോൾ അലവൻസ്. ഇതിൽ നിന്നൊക്കെ പിന്നെ നമുക്ക് കൈ നിർത്തി ആൾക്കാരെ സഹായിക്കാനും പറ്റില്ലല്ലോ. സഹായിക്കാൻ പറ്റുന്നവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരെയും ഒന്നും പറ്റില്ലല്ലോ. കാരണം നമുക്ക് വീടുണ്ട്, കുടുംബമുണ്ട്. നമ്മുടെ വീടും കഞ്ഞി കുടിക്കണം. നമ്മളീ പോകുന്ന വരുമാനത്തിൽ നിന്നാണ് നമ്മുടെ കുടുംബം കഞ്ഞി കുടിക്കുന്നത്. അപ്പം ചെയ്യുന്നത് തെറ്റാണെന്ന് അത് നമുക്ക് നല്ല ബോധ്യമുള്ളപ്പോൾ പോലും നമ്മളത് ചെയ്തേ തീരും. ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ ഈ ജോലിക്ക് നിൽക്കുന്നിടത്തോളം കാലം അത് ചെയ്തേ പറ്റൂ. എന്നാലും ചിലപ്പം ഞാൻ തെറി കേട്ടാലും കുഴപ്പമില്ല, അല്ലെ ഞങ്ങൾ തെറി കേട്ടാലും കുഴപ്പമില്ല, സാരമില്ല, പോട്ടെ എന്നൊക്കെ നമ്മൾ ഒത്തിരി വെച്ചിട്ടുണ്ട്. ഇനി വയ്ക്കുകയും ചെയ്യും. കാരണം
നമ്മൾ വന്ന സാഹചര്യം നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ മൂലം വേറൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകലെന്ന് തോന്നലുമുണ്ട്. ഇത് ഒത്തിരി പേര് മുതലാക്കുന്ന ആൾക്കാരുമുണ്ട്. ഇനി വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കമ്പനിയെ സംബന്ധിച്ച് കോടികളാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടേക്കുന്നത്. ഇതിൻ്റെ റിട്ടേൺ വന്നില്ലെങ്കിൽ കമ്പനിയെ സംബന്ധിച്ച് ലോസാണ്. അപ്പം കമ്പനി അതിനനുസരിച്ച് ആ ഏരിയ സ്റ്റാഫിനെ പ്രഷർ ചെയ്തുകൊണ്ടേയിരിക്കും. തൽഫലമായിട്ട് അവനവൻ്റെ ഗതികേടിൻ്റെ പുറത്ത് അവൻ ഈ കസ്റ്റമറെല്ലാം വിളിച്ച് വിട്ടുകൊടുക്കും. പൈസ അവനെക്കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനി അടപ്പിക്കാൻ പറ്റുമെന്ന്. ഇതെങ്ങനെയും സർക്കാരോ വല്ലതും ഇടപെട്ട് എഴുതി തള്ളാൻ ശ്രമിക്കണം. അല്ലാതെ താഴെ കിടക്കുന്ന ഒരു സ്റ്റാഫിനെ കൊണ്ട്, അവൻ വേറെ സ്റ്റാഫാണ്. നമ്മളൊക്കെ അടിമ എന്നൊക്കെ പറയുന്നില്ലേ, ശരിക്കും ഒരു അടിമ സമ്പ്രദായമാണ് ഈ കളക്ഷൻ സ്റ്റാഫ് എന്നൊക്കെ പറയുന്നത്. കസ്റ്റമർ വായിൽ തെറിയിക്കുന്ന, അവരുമായിട്ട് അടി വെക്കണം. പിന്നെ ചിലപ്പോൾ അവർ നമുക്കെതിരെ കേസ് കൊടുക്കും. ഇത് കഴിഞ്ഞിട്ട് ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ ബ്രാഞ്ചിലെ അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് മാനേജർ തൊട്ട് നമ്മളെ വിളിക്കാൻ പറ്റുന്നവരെല്ലാം നമ്മളെ വിളിച്ച് ചീത്ത പറയും. ചിലപ്പോൾ രാത്രി 9:30 വിളിച്ച് നമ്മളെ ഫയർ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ തോന്നും എന്തിനാ ഈ പണിയെന്ന്. പിന്നെ ഓർക്കും എല്ലാ പണിക്കും അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ പണി ഉപേക്ഷിച്ചിട്ട് വേറൊരു പണി ചെയ്ത് കഴിഞ്ഞാൽ ആ പണിയിൽ നിന്ന് ഈസി ആകാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോൾ ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയാൽ പോലും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും പറയും ഒന്നെങ്കിൽ നീ ഗവൺമെൻറ് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണമെന്ന്. ഇതൊന്നും സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അത്ര രസമുള്ള പരിപാടിയൊന്നുമല്ല. പറഞ്ഞു വന്നതിൻ്റെ പൊരുളെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയനാട്ടിൽ നിന്ന് ആ ആൾക്കാരെ വിളിച്ച് ഇപ്പോഴും ഞാൻ പറയുന്നത് മോശമാണ്, തെറ്റായ കാര്യമാണ്. പക്ഷേ അതിൻ്റെ പേര് നിങ്ങൾ ഈ കളക്ഷൻ സ്റ്റാഫിനെ ചീത്ത പറയുകയോ ഒന്നും ചെയ്യരുത്. കാരണം അവനും അതുപോലൊരു ഗതികെട്ട അവസ്ഥയിൽ നിന്നാണ് നിങ്ങളോട് ആ ചോദ്യം ചോദിക്കേണ്ടി വരുന്നത്. അവൻ്റെ ഉള്ളിലും ഇവരോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് അവനും നല്ല വിഷമം കാണും. പക്ഷെ അവൻ്റെ ജോലിയുടെ ഭാഗമാണ്. ദൈവത്തെ ഓർത്ത് ഇങ്ങനെ വിളിക്കുന്നവരോടോ പറയുന്നവരോടോ നിങ്ങൾ ദയവായി മോശമായി പെരുമാറാതിരിക്കുക. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക, അത്രേ ഉള്ളൂ. ചിലപ്പം അവൻ ആ തെറി കേട്ടതിൻ്റെ പുറത്ത് ചിലപ്പം നിങ്ങളോട് എന്തെങ്കിലും പറയുമായിരിക്കും. ശരിയാണ്, അതൊന്നും അവൻ മനസ്സിൽ വെച്ച് പറയുന്നതായിരിക്കില്ല, അങ്ങനെ പറയത്തുമില്ല. കാരണം ഈ ചേച്ചിമാരെ ആണെങ്കിലും ചേട്ടന്മാരെ ആണെങ്കിലും ഈ ലോൺ കൊടുത്തുള്ള പരിചയമുള്ളൂ നമുക്കെല്ലാം. ഇതിനു മുമ്പ് യാതൊരു പരിചയമില്ല. അതുകൊണ്ട് യാതൊരു തരത്തിലും വ്യക്തിപരമായിട്ട് ഇവരോട് വൈരാഗ്യം തോന്നണ്ടോ അല്ലെ ഇവരെ ട്രാപ്പിൽ പെടുത്തേണ്ട കാര്യമൊന്നും നമുക്കില്ല. നമ്മുടെ അവസ്ഥയും കൂടെ ഒന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. താങ്ക് യു.